Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു ഡെസിമൽ നമ്പറിനെ ബൈനറി നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്നാണ്. നമുക്കൊരു ഡെസിമൽ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ LCM മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ബൈനറി നമ്പർ കണ്ടുപിടിക്കുക. അതായത് ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ റിമൈൻഡർ ചെക്ക് ചെയ്യുക. ഓരോ തവണ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആണോ 0 ആണോ കിട്ടുന്നത് ചെക്ക് ചെയ്യുക. അതിനനുസരിച്ചാണ് ഈ മെത്തേഡിലൂടെ നമ്മൾ ബൈനറി വാല്യൂ കണ്ടുപിടിക്കുന്നത്. അതിനായിട്ട് ആദ്യം ഒരു എക്സാമ്പിൾ, ഇപ്പോൾ 25 ആണ് ഡെസിമൽ വാല്യൂ. ഞാൻ 25 എടുത്തു. അതിനുശേഷം 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. നമ്മൾ റിമൈൻഡർ സ്റ്റോർ ചെയ്യണം. അപ്പോൾ 25നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 12 ടൈം കറക്റ്റായിട്ട് പോകും. ഒരു റിമൈൻഡർ എത്ര കിട്ടുക? 1. ഇനി അടുത്ത 12നെ ഞാൻ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എത്ര? 6 ടൈം പോകും. പ്രാവശ്യം റിമൈൻഡർ 0 ആണ്. അടുത്തത് വീണ്ടും 2 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്തു. അപ്പോൾ എത്ര? 3 ടൈംസ് പോകും. ഇപ്രാവശ്യം റിമൈൻഡർ 0 ആണ്. അടുത്ത 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 ടൈം പോകും. അപ്പോൾ എത്ര? റിമൈൻഡർ എത്ര കിട്ടിയുള്ളത്? പ്രാവശ്യം 1 ആണ് കിട്ടിയുള്ളത്. അപ്പോൾ 1 എത്തി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുക. അതിനുശേഷം ഡൗണിൽ നിന്ന് മേലേക്ക് എഴുതുക. ഈ ഒരു ഡയറക്ഷനിലാണ് നമ്മൾ വാല്യൂസ് എഴുതുക. 1 1 0 0 1. ഇതാണ് ഇതിന്റെ ബൈനറി വാല്യൂ. നമുക്കിത് ചെക്ക് ചെയ്യണമെങ്കിൽ ഇത് തിരിച്ച് ഞാൻ ഇപ്പോൾ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്ത 25 കിട്ടുന്നതും ചെക്ക് ചെയ്യണമെങ്കിൽ അതാ ഇതിന്റെ പവർ സ്ഥാനം നമ്മൾ ലെഫ്റ്റിന് കൊടുക്കുക. 0 1 2 3. അതിനുശേഷം നമ്മൾ ജസ്റ്റ് അതിക്ക് 1ന്റെ വാല്യൂ 1 × 2 to the power 0. അതിനുശേഷം ഈ ഒരു വാല്യൂ 0 ആണ്. 0 × 2 to the power 1 പ്ലസ് 0 × 2 to the power 2 പ്ലസ് അടുത്തത് വീണ്ടും ഈ ഒരു 1 എടുക്കുക. ആ 1 എടുത്തു കഴിഞ്ഞാൽ 1 × 2 to the power 3 പ്ലസ് അടുത്ത ലാസ്റ്റ് ഒരു 1 എടുക്കുക. ആ 1 എടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടുക? 1 × 2 to the power 4. ഈ ഒരു വാല്യൂ 1 × 2 to the power 0, അതായത് 1 തന്നെ കിട്ടും. പിന്നെ 2 0 0 0. 2 to the power 3 പറഞ്ഞാൽ 8. 2 to the power 4 പറഞ്ഞാൽ 16 ആണ് കിട്ടുക. അപ്പോൾ 1 + 8 + 16 25. കറക്റ്റ് 25 കിട്ടും. നമ്മൾ 25ന്റെ കറക്റ്റ് ബൈനറി വാല്യൂ എന്ന് പറഞ്ഞാൽ 1 1 0 0 1. ഇതാണ് അതിന്റെ ബൈനറി വാല്യൂ. നമുക്ക് അടുത്ത് 125ന്റെ ചെക്ക് ചെയ്യാം. അപ്പോൾ 125നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 62 ടൈംസ് കറക്റ്റായിട്ട് പോകും. നമുക്ക് റിമൈൻഡർ എത്ര കിട്ടി? റിമൈൻഡർ 1. വീണ്ടും ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 31 ടൈംസ് കറക്റ്റായിട്ട് പോകും. റിമൈൻഡർ 0. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. പ്രാവശ്യം 15 ടൈംസ് കറക്റ്റായിട്ട് പോയി. റിമൈൻഡർ 1. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 7 ടൈംസ് പോയി. റിമൈൻഡർ 1. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 3 ടൈംസ് പോയി. റിമൈൻഡർ 1. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 1 ടൈമേ പോയില്ലു. റിമൈൻഡർ എത്ര? 1. നമ്മൾ താഴെ നിന്ന് മേലേക്ക് എഴുതുക. എത്ര? 1 1 1 1 1 0 1. ഇതാണ് അതിന്റെ ബൈനറി വാല്യൂ. നമുക്കിത് ചെക്ക് ചെയ്യണമെങ്കിൽ പവർ വാല്യൂ 0 1 2 3 4 5 6. നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ആദ്യക്ക് ഈ ഒരു വാല്യൂ എടുക്കുക. 1 × 2 to the power 0. ഈ 1 എടുത്തു കഴിഞ്ഞ് അടുത്ത 0 എടുക്കുക. 0 × 2 to the power 1 പ്ലസ് അടുത്ത ഇങ്ങനെയുള്ളതൊക്കെ 1 ആണ്. ഞാൻ 5 സെറ്റ് കൂടിയിട്ട് അപ്പോൾ 1 × 2 to the power 2 പ്ലസ് 1 × 2 to the power 3 പ്ലസ് 1 × 2 to the power 4 പ്ലസ് 1 × 2 to the power 5 പ്ലസ് 1 2 3 4 5 6 7 8 1 2 4 5 6 ആയിട്ടുണ്ട്. ഒരെണ്ണം കൂടി 1 × 2 to the power 6. 2 to the power 6 ലാസ്റ്റത്തെ ഈ ഒരു വാല്യൂ ആദ്യത്തെ 1 ആണ് വരിക. ഈ ഒരു വാല്യൂ 0 ആണ് വരിക. അടുത്തത് 2 to the power 2 4 പിന്നെ 8 പിന്നെ 16 പിന്നെ 32 പിന്നെ 64. ഇത് രണ്ടും കൂടി കൂട്ടി കഴിഞ്ഞാൽ 96 കിട്ടും. 8ഉം 16ഉം കൂടി കൂട്ടി കഴിഞ്ഞാൽ 24. ഇത് രണ്ടും കൂടി കൂട്ടി കഴിഞ്ഞാൽ 5. 96ഉം 24ഉം കൂടി കൂട്ടി കഴിഞ്ഞാൽ 120. 125 കൂടി കൂട്ടി കഴിഞ്ഞാൽ 125. 125ന്റെ ബൈനറി വാല്യൂ പറഞ്ഞാൽ 1 1 1 1 1 0 1. ഇതാണ് അതിന്റെ ബൈനറി വാല്യൂ. ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ കൂടി നോക്കി നോക്കാം. 45ന്റെ ബൈനറി നോക്കി നോക്കാം. 45നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എത്ര കിട്ടുക? 22 ടൈംസ് കറക്റ്റായിട്ട് പോകും. റിമൈൻഡർ 1.
വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു 11 ടൈം പോയി. ഇപ്രാവശ്യം റിമൈൻഡർ 0. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു 5 ടൈംസ് പോയി, റിമൈൻഡർ 1. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു 2 ടൈംസ് പോയി, റിമൈൻഡർ 1. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു എത്ര ടൈം പോയി, 1 ടൈം പോയി, റിമൈൻഡർ 0. ഈ താഴെ നിന്ന് മേലേക്ക് എഴുതുക. അപ്പോൾ എത്രയാണ് 1 0 1 1 0 1. ഇതാണ് അതിൻ്റെ ബൈനറി വാല്യൂ. ഇത് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ പവർ വാല്യൂസ് എങ്ങനെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് കൂടി വരും. 0 1 2 3 4 5. നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ആദ്യക്ക് ആദ്യത്തെ വാല്യൂ എത്ര 1 ആണ്. 1 into 2 to the പവർ എത്രയാണ് 0 പ്ലസ് അടുത്ത വാല്യൂ 0 ആണ്. ഈ 0 വാല്യൂ കൊണ്ട് നമ്മൾ ജസ്റ്റ് 0 ഇട്ട് കൊടുത്താൽ മതി. അടുത്ത് വീണ്ടും 1 into 2 to the പവർ 2 ആണ് അവിടെ വരും. പ്ലസ് അടുത്ത് വീണ്ടും 1 ഈ 1 ആട്ടാ 1 into 2 to the പവർ 3. അടുത്ത വാല്യൂ 0 ആണ്. അടുത്ത വാല്യൂ 1 into 2 to the പവർ 5 ലാസ്റ്റത്തെ വാല്യൂ. ഇനി ഇവിടുത്തെ വാല്യൂ എത്ര വരിക 1 വരും. അടുത്ത വാല്യൂ 0, പിന്നത്തെ വാല്യൂ 4, പിന്നത്തെ വാല്യൂ 8, പിന്നത്തെ വാല്യൂ 0, പിന്നത്തെ വാല്യൂ 32. 32 8 കൂടി കൂട്ടി കഴിഞ്ഞാൽ 40. ഈ വാല്യൂ 1 ആട്ടാ. അപ്പോൾ 1ഉം 5ഉം കൂടി കൂട്ടി കഴിഞ്ഞാൽ 5, 5ഉം 40ഉം കൂടി കൂട്ടി കഴിഞ്ഞാൽ 45. അപ്പോൾ 45ൻ്റെ ബൈനറി വാല്യൂ ആണ് 101101. ഇങ്ങനെയാണ് നമുക്ക് ഡെസിമലിൽ നിന്ന് ബൈനറിയും ബൈനറിയിൽ നിന്ന് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുക. അടുത്ത നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ വേറെ മെത്തേഡ് ഉണ്ട്. അതായത് നമ്മൾ 2ൻ്റെ പവറൊക്കെ ആദ്യം പഠിച്ചു വെക്കുക. 2ൻ്റെ പവർ പറഞ്ഞാൽ എത്രയാണ്, ആദ്യം 1, പിന്നത്തെ 2, പിന്നത്തെ 4, പിന്നത്തെ 8, പിന്നത്തെ 16, പിന്നത്തെ 32, പിന്നത്തെ 64. എന്തെങ്കിലും മിസ് ആയിട്ടോ 1 2 4 8 16 32 64. അതായത് 2 to the പവർ 0 ആണ് 1, 2 to the പവർ 1, 2 to the പവർ 2, 2 to the പവർ 3, 2 to the പവർ 4, 2 to the പവർ 5, 2 to the പവർ 60. ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിളിന് ഇപ്പോൾ 52 എടുക്കുകയായിരിക്കുക. 52ൻ്റെ ബൈനറി പെട്ടെന്ന് എഴുതണമെങ്കിൽ ഇതിലെ ഏതൊക്കെ സംഖ്യകളുടെ സമമായിട്ടാണ് 52 വരിക നോക്കി നോക്കുക. അപ്പോൾ 64 ഉണ്ടാ ഇല്ല. അപ്പോൾ 64 തൊട്ട് താഴെയുള്ളത് ഏതാണ് 32 പോയിന്റ്. 32ൻ്റെ തൊട്ട് താഴെയുള്ള 2 to the പവർ ഏതാ 32 എടുത്തു. അതിനുശേഷം 16 എടുക്കുക. 32 16 കൂടി കൂട്ടി 16 കൂടി കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടുക 48. ഇനി എത്രയാണ് വേണ്ടത്, ഇനി 4 ആണ് വേണ്ടത്. അപ്പോൾ എത്രയാണ് 52. അപ്പോൾ ഇതാണ് ഈ 3 വാല്യൂ ആണ് ഇവിടെ 1 ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിന് താഴെ ജസ്റ്റ് 1 ഇട്ട് കൊടുക്കുക. 1 1 1. ബാക്കിയുള്ള വാല്യൂ 0 കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ ബൈനറി വാല്യൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെയും കണ്ടുപിടിക്കാം. ഒരു എക്സാമ്പിൾ കൂടി നോക്കി നോക്കാം. 68. നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കി നോക്കാം. 1680ൻ്റെ ബൈനറിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 128 64 കഴിഞ്ഞ് കഴിഞ്ഞാൽ 128, അതായത് 2 to the പവർ 7. അത് നമ്മുടെ ഇല്ല. അതിന് താഴെയുള്ള എടുക്കുക 64. ഇപ്പോൾ 64 ഉണ്ട്. അപ്പോൾ അവിടെ 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ 68നെ 64 പ്ലസ് 4 നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ 4ൻ്റെ അവിടെ ഇട്ട് കൊടുക്കുക 1. ഈ ബാക്കിയുള്ള വാല്യൂ ജസ്റ്റ് 0 ഇട്ട് കൊടുക്കുക. ഇതാണ് നമ്മുടെ 68ൻ്റെ ബൈനറി വാല്യൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെയും കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് കുറച്ച് 2ൻ്റെ പവർ നന്നായി ഓർമ്മ ഉണ്ടെങ്കിൽ ഇങ്ങനെയും കണ്ടുപിടിക്കാൻ പറ്റും.